ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെങ്ങളത്താണ്. ചെങ്ങളത്ത് പിരിയമ്മാക്കൽ നിക്സന്റെ വീട്ടിലാണ്. നിക്സന്റെ തോട്ടത്തില് തേനീച്ച എല്ലാം പെട്ടിയെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്രൂട്ട് ചേംബറിലെല്ലാം തേനീച്ച നിറഞ്ഞിട്ടുണ്ട്. ഇനി ഹണി ചേംബറിലേക്ക് എങ്ങനെ തേനീച്ചയെ കയറ്റാവുന്നതിനെ കുറിച്ചാണ് പഠിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഞാനൊന്ന് പങ്കുവയ്ക്കാം. തേനീച്ചക്കൂടെല്ലാം അറേഞ്ച് ചെയ്തോ? തേനീച്ചക്കൂടുകളെല്ലാം നമ്മൾ ഒരു സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. അതിങ്ങനെ പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ഒരു യൂണിറ്റ് നമ്മൾ 20 പെട്ടി 25 പെട്ടിയാണ് ഒരു സ്ഥലത്ത് വെക്കുന്നത്. അതിൽ ഇവിടെ ഇപ്പൊ 20 പെട്ടികളാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പിന്നെ ഹണി ചേംബർ തയ്യാറാക്കുന്ന വിധമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ ഈ ഹണി ചേംബറിൽ തേനീച്ചകളെ നിറച്ചാൽ മാത്രമേ നമുക്ക് തേനുൽപാദനം കാര്യക്ഷമമായിട്ട് കിട്ടുള്ളൂ. അപ്പം ബ്രൂട്ട് ചേംബറിൽ നിറഞ്ഞ ഈച്ച നമ്മൾ സൂപ്പർ ചേംബറിലേക്ക്, അതായത് ഹണി ചേംബറിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ഹണി ചേംബർ പെട്ടെന്ന് ഈ എവിടെ ഇലയൊക്കെ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് ഇല റബ്ബറും തളുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് ഇനിയിപ്പോ ഒരു 30 ദിവസത്തിന് അവിടെ തേനാവും. എന്നിട്ട് നമ്മുടെ ഈ ഒരു സൂപ്പർ നിറയ്ക്കുക, അതിന് മുകളിൽ നമുക്ക് ഒരു സൂപ്പർ, അങ്ങനെ 2 സൂപ്പറേലും കുറഞ്ഞത് നമ്മൾ ഇതിന് മുകളിൽ നിറയ്ക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ സൂപ്പർ നമ്മൾ നിറയ്ക്കാനുള്ള ഒരു പണിയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഒരു കാര്യം ചോദിച്ചത്, ഇതുവരെ എന്തൊക്കെയായിരുന്നു ചെയ്തത്? ഇതിനു മുമ്പ് നമ്മൾ തേനീച്ച കോളനി വിഭജിച്ച് എണ്ണം കൂട്ടി ഓരോ സ്ഥലത്ത് ഇങ്ങനെ പുതിയ പുതിയ കോളനികൾ സ്ഥാപിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇനിയിപ്പോ നമ്മളിപ്പോ അത് വിവരിച്ച് വെച്ചിരുന്ന കോളനികൾ സ്ട്രെങ്ത് ആയി, അതിന്റെ ബ്രൂട്ട് ചേംബർ നിറഞ്ഞു. ഈ ബ്രൂട്ട് ചേംബറിൽ നിന്ന് നമുക്ക് ഹണി ചേംബറിലേക്ക് ഈച്ച കയറ്റിയാൽ മാത്രമേ നമുക്ക് തേൻ കിട്ടത്തുള്ളൂ. അപ്പം ഹണി ചേംബർ എങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് തേനീച്ചയ്ക്ക് കൊടുക്കണം, അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പൊ ഹണി ചേംബർ നിറഞ്ഞ നമുക്ക് അടകൾ കൂടുതൽ പണിതാൽ മാത്രമേ നമുക്ക് കാര്യക്ഷമമായി തേനെടുത്ത് നമുക്ക് ലാഭത്തിലേക്ക് വരുള്ളൂ, തേൻ ഉൽപാദനം ഉണ്ടാവുള്ളൂ. എത്ര വർഷമായി ഇതിപ്പോ ഏതാണ്ട് 40 കൊല്ലത്തോളമായിട്ട് ഞാൻ ഈ തേനീച്ച വളർത്തലുണ്ട്. 40 മണ്ടയിലായി. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് തന്നെ തുടങ്ങിയത്. അപ്പം തേനീച്ച വളർത്തൽ നമ്മളിപ്പോ ഇറ്റാലിയൻ ഈച്ച, അത് കഴിഞ്ഞ് ഇറ്റാലിയൻ ഈച്ച വലിയ തോതിലുണ്ടായിരുന്നു. അപ്പൊ അത് പൂമ്പടി ക്ഷാമം കൊണ്ട് നമ്മൾ തേനീച്ച നിർത്തി. പിന്നെ ഈ തേനീച്ച തന്നെയാണ് നമ്മൾ പല സ്ഥലങ്ങളിലും തേനീച്ചക്കൂടുകൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പിന്നെ ഒരു കോളനി നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതിപ്പോ നമ്മള് അടുത്ത് വരുമോ, എത്തിക്കാം. നമ്മൾ തുറന്നു വെച്ചിരിക്കുകയാണ്. ഇതിന് ഇന്നലെ നമ്മൾ തീറ്റ കൊടുത്തിരിക്കുകയാണ്. ഇതിപ്പം പിന്നെ ഇവിടെ ചൂട് കൂടുതലായതുകൊണ്ട് നമ്മൾ സൂപ്പർ ഹണി ചേംബർ വെറുതെ കൊടുത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ ഹണി ചേംബറിലേക്ക് നമുക്ക് തേനീച്ചയെ മാറ്റാനായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ഇതിനകത്ത് പ്രൈമുകളൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ പ്രൈം കൊടുത്ത് അടകൾ കൊടുക്കുന്ന വിധമാണ്. ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കാറില്ലേ? ഗ്ലൗസും ഇതൊക്കെ ഉപയോഗിക്കാൻ കുറെ കൂടെ സ്പീഡ് ചെയ്യാമല്ലോ. ഇല്ല, ഈ തേനീച്ചയുടെ കാര്യങ്ങളെല്ലാം വളരെ സാവകാശം ചെയ്യണം. അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഒത്തു കിട്ടും. ഇതെല്ലാം വളരെ സാവകാശം ചെയ്യേണ്ട ഒരു ജോലിയാണ്. ഇതിന്റെ ഇപ്പൊ നോക്കിയാൽ കാണാം 6 പ്രൈമും നിറഞ്ഞു നിൽക്കുകയാണ്. ഈച്ചകൾ ആവശ്യത്തിന് സ്ട്രെങ്ത് ഉണ്ട്. വെളിയിൽ നിന്ന് ധാരാളം ഈച്ച കൂട്ടിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ സ്മോക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈച്ച കൂടുതൽ ശല്യം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു പുക കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ നമുക്ക് ഇത് പുക കൂടാതെ തന്നെ നമുക്ക് വിചാരിക്കാം. ഇത് ബ്രൂട്ട് ചേംബറിലെ ഒരു അടയാണ്. ധാരാളം മുട്ടയും പുഴുവുള്ള ഒരു അടയാണ്. ഇതില് റാണിയുണ്ട്. ഇതിനകത്ത് റാണിയുണ്ട്. ഇപ്പൊ നമുക്ക് റാണിയെ കാണാം. ഇതാണ് ഇതിനകത്തെ റാണി. ആദ്യം എടുത്ത അടയെ തന്നെ റാണിയുണ്ട്. ഒരു നല്ല റാണിയാണ്. അത് പിന്നെ ധാരാളം മുട്ടയിടുന്നതാണ്. അതുകൊണ്ട് ഇതിനകത്ത് മടിയന്റെ സെല്ലുകൾ ഇല്ല. മടിയൻ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇതൊരു മടിയനാണ്. അപ്പൊ നമുക്ക് ഈ റാണി ഏതാണ്ട് ഉദ്ദേശം 800 തൊട്ട് 1000 വരെ മുട്ടകളാണ് റാണി ഒരു ദിവസം. 800 തൊട്ട് 1000 വരെ മുട്ടകളിടും. അപ്പൊ ഇതിനകത്ത് മടിയനീച്ചയുടെ മുട്ടകളില്ല. അതുകൊണ്ട് നമുക്കിപ്പൊ ഈ അട നമ്മള് ഇത് റാണി ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനെ മാറ്റിയിടാന്ന് കൊണ്ടാണ്. ഈ റാണിയുള്ള അട നമ്മള് പിന്നെ പ്രൈമറിലോട്ട് മാറ്റിയിട്ടു.
നമുക്ക് ആ റാണി ഓടിക്കാതെ തന്നെ നമുക്ക് വേറൊരു അട എടുക്കാം. ഇപ്പൊ ഇങ്ങനെ പിന്നെ അടിത്തട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പെട്ടിയില് നമ്മൾ ഈ അടകൾ ഇങ്ങനെ എടുത്ത് മുറിച്ച് മാറ്റാതെ തേനീച്ചക്ക് ജോലി കൊടുക്കാതിരുന്നാല് ആ പെട്ടിയിൽ ധാരാളം ഈച്ചകൾ നിറയുകയും ഇത് കോളനി സാമിങ്ങിലേക്ക് വരികയും ചെയ്യും. അതുകൊണ്ട് തേനീച്ചകൾക്ക് എപ്പോഴും അടിത്തട്ടില് പണികൾ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇപ്പൊ ഈ അട ഇവിടുന്ന് ഒരെണ്ണം എടുത്ത് മാറ്റുകയാണ്. ഈച്ച നമ്മൾ ഇതേ നിന്ന് പറപ്പിച്ചു വിടാൻ പോവുകയാണ്. അതിനകത്ത് മുട്ട ഇട്ടിട്ടില്ലേ? ഇതിനകത്തെല്ലാം റാണി ഈച്ച വേലക്കാരി ഈച്ചയുടെ മുട്ട മാത്രമാണുള്ളത്. പക്ഷെ ഈ അട നമ്മൾ മുറിച്ച് മുകളിലേക്ക് കൊടുക്കുക. അവർക്ക് പറക്കാൻ ശേഷിയില്ലാതെ നമ്മൾ ഒരു വലിയ രക്ഷയുണ്ട്. ഈ അട നമ്മൾ ഇനി ഇത് കണ്ടിച്ചെടുക്കുകയാണ്. ഫുള്ളായിട്ട് എടുക്കുക. ഈ അട നമ്മളിങ്ങനെ ഒരു 150 ഒരു അട രണ്ടായിട്ട് നടുവേ കണ്ടിക്കുക. രണ്ടാക്കുവാണെങ്കിൽ നമുക്ക് എന്നാ വെച്ചാല് ഇതിനകത്ത് സൂപ്പറിൽ 5 ഫ്രെയിമാണുള്ളത്. ഇപ്പൊ നമുക്ക് ഒരട ഇവിടെ കണ്ടിച്ചെടുത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരട പണിയാനുള്ളതായി. ഇവർക്ക് ഇപ്പൊ നമ്മൾ 2 അട വരെ ഇവിടുന്ന് കണ്ടിച്ചെടുത്ത് വേണേൽ നമുക്ക് മുകളിൽ കൊടുക്കാം. ഒരു സൂപ്പർ നമുക്ക് നിറയും. അങ്ങനെ വരുമ്പോ ഇവരെ താഴെ അവർക്ക് ധാരാളം പണി ഉണ്ടാവുകയും ചെയ്യും. തേനീച്ചകൾക്ക് മാക്സിമം പണി കൊടുക്കും. അപ്പം വേലക്കാരി ഈച്ചകൾക്ക് ധാരാളം പണി കൊടുക്കുന്ന ഇതിലേക്ക് വന്നാലേ വേനൽപ്പാനമല്ല ക്യൂൻസെൽ കിട്ടുന്ന ഒരു പ്രവണത ജനുവരിയിലുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അട ഇതിലേക്ക് എടുത്തു. വേറെ ക്യൂൻസെൽ കിട്ടി അവർ പിരിഞ്ഞു പോകും. അപ്പം കോളനി പിരിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് ആ വർഷത്തേന് തേന് കാര്യമായിട്ടൊന്നും കിട്ടത്തില്ല. അപ്പൊ ആ നഷ്ടം ഉണ്ടായിരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടു. ഒരു റബ്ബർ ബാൻഡ് കൂടെ നമുക്ക്. അപ്പൊ ഈ അട നമുക്ക് ഈ പെട്ടിക്കകത്ത് സൂപ്പറിലേക്ക് കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡ് വേണം കൊടുക്കാനായിട്ട്. ഇതിപ്പോ മുകളിൽ വശമായിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കും. എന്നാലും അത് അട പണിയാനത് പറ്റും. തേനീച്ചകൾ അത് മുകളിലോട്ട് പാകും. ഇത് ഈ ഈച്ചകൾ വിരിഞ്ഞു കഴിയുമ്പോൾ ഇതിനകത്ത് തേൻ നിറച്ചു കൊടുക്കും. ബാക്കി ഭാവം മുകളിലോട്ട് മുട്ടിച്ച് ഫില്ല് ചെയ്യും. അതിപ്പം താഴെ നിന്ന് വിരിഞ്ഞു വരുന്ന ഈച്ചകൾ അത് ഉടനെ തന്നെ ചെയ്യും. ഇങ്ങനെ നമ്മള് ചെയ്തു കഴിഞ്ഞപ്പോ നമുക്ക് ഒരു ഇപ്പൊ ഇതിനകത്ത് 6 ഫ്രെയിം ഉള്ളതുകൊണ്ട് വേണേൽ നമുക്ക് 2 ഫ്രെയിം വേണമെങ്കിൽ ഒരേ സമയത്ത് മാറ്റാം. ഇതും അതുപോലെ തന്നെ നല്ലൊരു അടയാണ്. പോക കൊടുക്കാം. രണ്ടാമത്തെ അടയും റെഡിയായി. അപ്പൊ ഇത് നമ്മളെ ഈച്ച മാറ്റിയിരിക്കുകയാണ്. അപ്പം ഇതിന്റെ ഏതാണ്ട് പകുതിയോളം തേനാണ്, പകുതി പാവമാണ് മുട്ടയും പുഴുവുള്ളത്. അപ്പൊ ഇത്രയും പാവം യഥാർത്ഥ തേൻ തന്നെയാണ്. അതവർക്ക് ബാക്കി പാവം പണിത് അതിനകത്ത് തേൻ നിറയ്ക്കുന്ന താമസമുള്ളൂ. നമുക്ക് ഇതും കൂടെ നമുക്ക് മുകളിലോട്ട് കൊടുക്കാം. പഴയ പോലെ തന്നെ മുറിച്ച് ചെയ്യാം. അപ്പൊ മൂന്നാമത്തെ സൂപ്പറിലേക്കുള്ള അട റെഡിയായി.
നാലാമത്തെ അടയും കൂടെ ഇടുകയാണ്. ഇതാണ് അടിവെച്ച് നമ്മൾ നേരെ തിരിച്ചു കൊടുക്കുന്നു. റബ്ബർ ബാൻഡ് ചെറിയ റബ്ബർ ബാൻഡ് ഇടണം. ഈ റബ്ബർ ബാൻഡുകൾ ഇത് പണിത് വരുന്ന കൂടെ തന്നെ ഇത് ഒരാഴ്ചക്ക് ഇതിവിടെ ഇങ്ങോട്ട് പണിയുന്ന കൂടെ ഇത് മുറിച്ച് കളയുകയും ചെയ്യും. അവര് തന്നെ അതെല്ലാം ചെയ്തു. ഇതിപ്പോ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിപ്പം എല്ലാം വേലക്കാരിയുടെ അറകളാണ്. അതേ സമയത്ത് നമുക്ക് ഇതിന്റെ സ്ഥാനത്ത് മടിയനീച്ചയുടെ അറകളാണെങ്കിൽ നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തേച്ച് ഇതിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇതൊരു മടിയന്റെ ഒരു ശൈലിയാണ്. അപ്പൊ ഇങ്ങനെയുള്ളതിന്റെ എല്ലാം തലയ്ക്കും നമ്മൾ കണ്ടിച്ച് അവർ തല മുറിഞ്ഞു പോകും. എന്നിട്ട് അത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ ഇതിന്റെ ഇങ്ങനെ മടിയന്റെ കണ്ടിച്ചു കളയണം. മടിയൻ ഇറങ്ങത്തില്ല. ഇവന് ഈച്ചകൾ ഇന്ന് തന്നെ ഇതുകൊണ്ട് ഇത് പുറത്ത് കളഞ്ഞു. അപ്പൊ ഇതിന്റെ എടുത്തു കളയും. ഇതിനകത്ത് എന്നിട്ട് തേൻ നിറച്ചു. അപ്പൊ മടിയനെ ഇറങ്ങാൻ നമ്മൾ ഇതിന്റെ അകത്ത് കൂടിനകത്ത് സമ്മതിക്കരുത്. അതാണ് നമ്മൾ ഇതിന്റെ കാണിക്കുന്നത്. പിന്നെ ഇപ്പൊ 4 എണ്ണം നമ്മൾ ഇതിന്റെ അകത്ത് ആയിട്ടുണ്ട്. ഇപ്പം അടകൾ നിറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് ഈ കൃത്രിമ അട, അതായത് കോമ്പ് ഫൗണ്ടേഷൻ ഷീറ്റ് ഒരെണ്ണം ഇതുപോലെ നമുക്ക് മുറിച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് കൂടുതൽ ദ്രുതഗതിയിൽ നമുക്ക് അടകൾ പണിയിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പിന്നെ ഹണി ചേമ്പറിന്റെ 5 ഫ്രെയിമാണ് ഉള്ളത്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇതും കൂടി ഒന്ന് കൊടുക്കുകയാണ്. അപ്പൊ ഇത് 2 എണ്ണത്തിന്റെ ഇടയ്ക്കായിട്ട് 2 അപ്പുറത്തും 2 ഇപ്പുറത്തും ഇത് അതിന്റെ ഇടയ്ക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അതോടെ കൊടുത്ത് നമ്മൾ സൂപ്പർ ചേമ്പറിന്റെ ഒരു തട്ടിപ്പം നിറച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ എടുത്ത് മാറ്റി വെച്ചിരുന്ന ഈ ഫ്രെയിം ഇവിടെ ഇടുന്നു. അപ്പൊ ഇതിന്റെ വലത് സൈഡ് ഇതാണ്. ഇടത് സൈഡിലേക്ക് പണിയാനായിട്ട് 2 കാലിയാറ അങ്ങേ സൈഡിൽ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ അത് ഈച്ച അവിടെ പണിത് വരുന്ന സമയത്ത് നമ്മുടെ സൂപ്പർ ചേമ്പറിൽ അടകൾ പണിയുകയും അവിടെ തേൻ നിറയ്ക്കുകയും ചെയ്യും. അവിടെ മുട്ട വിരിയുന്നതിനനുസരിച്ച് തേൻ നിറച്ചുകൊണ്ടിരിക്കും. അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. നമുക്ക് ഉടനെ പ്രത്യേകിച്ച് ഇവിടെ ഇനി ഒരു ഒരാഴ്ചത്തിന് പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യാനില്ല. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യമേ എടുത്ത റാണിയുള്ള അട ഇങ്ങോട്ട് ഇടുക. നമ്മൾ 2 കാലിച്ചട്ടം നമ്മുടെ വന്നിട്ടുണ്ട്. അത് പഴയപടി ഇതിനകത്ത് കൊണ്ടിരുന്നു. ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ വലത്ത് സൈഡിൽ നിന്നാണ് ഈച്ചകൾ ഇങ്ങനെ അടകൾ പണിത് പോകാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഇടത്ത് സൈഡിലാണ് ഈ കാലിച്ചട്ടം ഇട്ട് കൊടുക്കുന്നത്. കാലിച്ചട്ടം വാതിൽ വെച്ചാണ് ഇടത് സൈഡ് എന്ന് പറയുന്നത്. അതെ. അപ്പൊ നമ്മള് 2 കാലിച്ചട്ടവും കൂടെ ഇവിടെ ഇട്ട് കൊടുത്തു. അത് നല്ല ഫുള്ള് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യേണ്ട. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരെണ്ണം എടുക്കാവുള്ളൂ. ഈച്ചകൾ ധാരാളം ഉണ്ടായിരിക്കണം. ഇപ്പം നമ്മള് സാധാരണ 3 ഫ്രെയിം ഈച്ചയാണ് ഡിവൈഡ് ചെയ്ത് മാറ്റുന്നത്. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഫുൾ സെറ്റ് ഇപ്പം നിറഞ്ഞു 6 ഫ്രെയിമായി. നമ്മൾ ഇതിനകത്ത് 2 അടകൾ ഒരേ സമയത്ത് മുകളിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ ഇതിനകത്ത് ഈ അടിയിലെ പണികൾ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മള് സൂപ്പർ ചേമ്പർ ഇപ്പൊ തയ്യാറാക്കി ഇതിലേക്ക് കൊടുക്കുകയാണ്. അപ്പം സൂപ്പർ ചേമ്പർ ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ഇതിനെ മുകളിലേക്ക് അത് കൊടുക്കാം. അപ്പൊ ഈച്ചകൾ ഇനി ഇത് നമ്മൾ ബി സ്പേസും കൂടെ നോക്കി ഒന്ന് ചെയ്യുന്നത്. അപ്പൊ ഈച്ചകൾ ഇരിക്കുന്നതിന് തൊട്ട് മുകളിൽ തന്നെയാണ് നമ്മുടെ ഈ അടകളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഈച്ചകൾ ഇതിലേക്ക് ഒരു ഫ്രെയിമിലുള്ള ഇട ഉണ്ടെങ്കിലും അത് നമ്മൾ അങ്ങേറ്റ സൈഡിൽ ഇട്ടിരിക്കുകയാണ്. അപ്പം ഈച്ചകളെല്ലാം ഇരിക്കുന്നതിന് തൊട്ട് മുകളിൽ തന്നെ നമ്മൾ അടകൾ കൊടുത്തു. ഇപ്പൊ ഇനി നമുക്ക് അതിന്റെ ഫീഡിങ് ട്രേയും കൂടെ കൊടുക്കണം. ഫീഡിങ് ട്രേ നമുക്ക് ഇനിയിപ്പോ ഇതിന് ഒന്ന് ഫീഡിങ്ങിന് ആവശ്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെ 2 അട പണിയണം. ഇവിടെ ഇതിനകത്ത് പിന്നെ ഇവിടെ അട മുകളിലോട്ട് പണിയണം. പിന്നെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന കോമ്പ് ഫൗണ്ടേഷൻ ഷീറ്റ് പണിയണം. അപ്പൊ അതുകൊണ്ട് തീറ്റ കുറച്ചുകൂടെ കൊടുക്കേണ്ടി വരും. നല്ലത്. അല്ലെങ്കിൽ ഈ പണികൾ നടക്കുകയില്ല. നമുക്ക് ഇപ്പം ഫെബ്രുവരി 10 ആകുമ്പോഴത്തേനും നമുക്ക് ഈ ചേമ്പർ നിറഞ്ഞ് നമുക്ക് ഇതിന് മുകളിൽ ഒരു സൂപ്പർ ചേമ്പർ കൂടെ കൊടുക്കണമെന്നാണ്. അപ്പൊ അങ്ങനാലും നമുക്ക് 2 തട്ടിയും തേനെടുത്താലേ കാര്യമായ ഉൽപാദനം ഉണ്ടാവുള്ളൂ. അപ്പം ഈ 10 ദിവസത്തിനകം നമുക്ക് ഈ സൂപ്പർ ചേമ്പർ നിറച്ചതിന് ശേഷം അടുത്ത സൂപ്പർ ചേമ്പർ നമുക്ക് ഫെബ്രുവരി ആദ്യം തുടങ്ങുന്ന 1-ാം തീയതി 2-ാം തീയതിയോട് കൂടി അടുത്തത് തട്ട് കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ പൂർത്തിയാവണം. 2ാമത്തെ തട്ട്
നമ്മൾ തൽക്കാലം ഇതുപോലെ ഒന്ന് വെച്ച് വെക്കുകയാണ്. കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഉം. അപ്പം പാത്രം വെച്ചു. ഇനി നമുക്ക് ഉച്ച കഴിഞ്ഞ് ഇതിന് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പണികൾ ഈച്ചകൾ മുകളിലോട്ട് കയറി പണികൾ ആരംഭിച്ചുള്ളൂ. ഇതാണ് നമുക്ക് ജനുവരി മാസത്തിൽ തേനീച്ചയുടെ സൂപ്പർ ചേമ്പറിൽ നമ്മൾ ചെയ്യേണ്ട അത്യാവശ്യ കാര്യങ്ങൾ. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ചേമ്പർ റെഡിയായി തേനെടുക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായി. ഓക്കെ. ഇത് നമുക്ക് ക്യൂൻ എക്സ്പ്ലോറർ ആണ്. റാണി നമ്മുടെ സൂപ്പർ ചേമ്പറിൽ കയറി മുട്ടയിടാതിരിക്കാൻ തേനീച്ചകൾ കില്ല ഇറങ്ങി. ഇത് നമ്മൾ സീസണിൽ ഈ തേനെടുക്കുന്ന സീസൺ തേനെടുക്കുന്ന ഫെബ്രുവരി ആദ്യ ആഴ്ച സൂപ്പർ 2 ഇല്ല ഒരെണ്ണം ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ഈ ഫുഡ് ചേമ്പറിന് മീനെ അതിന്റെ മീനെ നമ്മൾ സൂപ്പർ ചേമ്പർ വെക്കുകയാണ്. റാണി ഇങ്ങോട്ട് പ്രവേശിക്കുകയില്ല. എനിക്ക് നമുക്ക് തേൻ അപ്പൊ റാണി കയറി നമ്മുടെ ഹണി ചേമ്പർ കയറി ഒഴിവാക്കുകയും ചെയ്യും. അപ്പൊ ഇത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് റാണിന്റെ താഴെ തന്നെ നടക്കും. താഴെ റാണി മുട്ട പിടിക്കും. ചൂടെന്ന് പറഞ്ഞാല് ഏതാണ്ട് 32 ഡിഗ്രി ചൂടാണ് എപ്പോഴും തേനീച്ചപ്പെട്ടിയിൽ വേണ്ടത്. ഇപ്പൊ ഇവിടെ ഇപ്പം മരത്തിന്റെ ഇലയെല്ലാം പൊഴിഞ്ഞുകൊണ്ട് നമ്മളിപ്പോ സൂപ്പർ ചേമ്പർ ഇവിടെ പെട്ടിക്കെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും നമ്മൾ അടകൾ കെട്ടി കൊടുത്തിട്ടില്ല. ഇതുപോലെ തെളിഞ്ഞ് കണ്ണുവാൻ വെയിലടിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഈ പെട്ടിയിലെ ചൂട് കർമാതീതമായി വർദ്ധിക്കാതിരിക്കാനായിട്ട് എല്ലാത്തിനും ഒരു സൂപ്പർ ചേമ്പർ വെറുതെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ നിറഞ്ഞതിനെല്ലാം നമ്മൾ ഇത് ഹണി ചേമ്പർ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അതിന് മുമ്പ് ഇത് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടിയിലെ ചൂട് ക്രമീകരിച്ചില്ലെങ്കിൽ ഈച്ചകള് കൂടുതൽ വെള്ളം അന്വേഷിച്ച് പോകേണ്ടി വരും. ഒത്തിരി പേര് പുറത്തിരുന്ന് കാറ്റടിക്കേണ്ടി വരും. ചുമ്മാ അനാവശ്യമായിട്ട് സൂപ്പറുകൾ വെച്ച് കഴിഞ്ഞാൽ പെട്ടിക്കകത്തെ ഊഷ്മാവ് കുറയുകയും ഈച്ചകൾക്ക് തണുപ്പ് കൂടുതലായി വന്നു കഴിഞ്ഞ് അവര് പണി ചെയ്യാൻ പറ്റാതെയും വരും. അപ്പൊ ഈച്ചകൾ കൂടി ഇരുന്ന് അതിന്റെ ചൂട് ക്രമീകരിച്ചാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും ഭംഗിയാകുള്ളൂ. റാണിക്ക് മുട്ടയിടാനും തേനീച്ചകൾക്ക് പണിയിലെല്ലാം നടക്കാനും കൂടിനകത്തെ ചൂട് നമുക്ക് ക്രമീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ തേനീച്ചകൾ ഇവിടെ ഇരുന്ന് കാറ്റടിച്ച് ഇതിന്റെ അകത്ത് ചൂട് ടെമ്പറേച്ചർ കുറയ്ക്കണം. പിന്നെ വെള്ളം കൊണ്ടുവന്ന് തണുപ്പിക്കണം. അങ്ങനെ ഒത്തിരി ജോലികൾ അവർക്ക് അനാവശ്യമായിട്ട് വരും. അതെല്ലാം കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഇതുപോലെ വെയിലുള്ളത് കൊണ്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിന് മീതെ ഒരു ഓലമടലൊക്കെ വെക്കുവാണെങ്കിലും മെടഞ്ഞു വെക്കുവാണെങ്കിൽ ഇച്ചിരി നല്ലതാണ്. നമുക്ക് അതൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അടുത്ത ആഴ്ച ഇവിടെ നല്ല തണലാവും. ഏരിയൊക്കെ തണുത്ത് വരുന്നുണ്ട്. അന്നേരത്തിനും പയ്യെ പിന്നെ നമുക്ക് ഒരാഴ്ച ഇവിടെ ഫീഡിങ് കൊടുത്താൽ മതിയാവുമായിരിക്കും മിക്കവാറും. അപ്പൊ ഇല തണുത്ത് വരുന്നതുകൊണ്ട് അത് മതിയാവും. ഈ കാടിനകത്തൊക്കെ ഇങ്ങനെ പെട്ടി വെച്ചിട്ടാല് മറ്റു ജീവികളൊക്കെ കയറുകയല്ലേ, ഉറുമ്പും ഒക്കെ കയറുകയല്ലേ? സാധ്യതയുണ്ട്. പക്ഷെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് കടലാസ് ഇവിടെ ടേപ്പ് പൊട്ടിച്ചിരിക്കുകയാണ്. അതെ കയ്യോയിൽ അടിച്ചിട്ടുണ്ട്. ചെതല് കയറത്തില്ല. ഇതേ കൂടെ നമ്മൾ ഉറുമ്പ് കയറി വരാനാണെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്ന ഉറുമ്പുകള് മയങ്ങി വീഴാറാണ് സാധ്യത. അപ്പൊ അവരെ നമുക്കൊന്ന് പ്രതിരോധിക്കാം. പിന്നെ പോയിട്ട് എട്ടുകാലി പല്ലിയൊക്കെയാണ് നമ്മള് വെട്ടി തുറക്കുമ്പോ കാണുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോ അതിന് നമുക്ക് ആ തേനീച്ച കത്തിക്ക് ഒരു വെട്ടി കൊടുത്താൽ അപ്പൊ അങ്ങനെ ഉറുമ്പിന്റെ ശല്യം ഉള്ളവർക്ക് നമുക്ക് ഇത് ചെയ്താൽ മതിയാവും. സാധാരണ വെള്ളമൊക്കെ ചിരട്ട കയറ്റി ചേട്ടക്കകത്ത് കയറ്റിയ നമ്മളിതൊന്നും ചെയ്തിട്ടില്ല. ഈ കരിക കയറ്റാൻ ചെയ്തിട്ടില്ല. പൈപ്പാണെങ്കിൽ അത് എളുപ്പമുണ്ട്. തടിയാകുമ്പോ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. പക്ഷെ 900 ചിരട്ടയാണെങ്കിൽ അത് ഇതിനകത്തേക്ക് ചൂടാക്കി വേണേൽ കയറ്റാം. ചെയ്യാവുന്നതാണ്. തേനീച്ചയെ വളർത്തുന്നവരൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക്